ഞങ്ങൾക്ക് വെള്ളം ഇവിടെ ഒരു തുള്ളി പോലും കിട്ടുന്നില്ല. ഈ ദൂഷിച്ച വെള്ളവും ഈ കെട്ട വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും രോഗങ്ങളൊക്കെയാണ്, ഛർദിലും വയറ്റിളക്കവും ഒക്കെ ആയിട്ടാണ്. ഞങ്ങൾ ഒരുപാട് നാളായി ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ അത് ശരിയായിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അത് നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് വെള്ളം തരണം, അല്ലെ ഞങ്ങളൊക്കെ ഈ വല്ല രോഗവും പിടിച്ച് ആയുസ്സെത്താതെ എത്തുപോകും. ചുറ്റും വെള്ളമുണ്ടെങ്കിലും കുടിക്കാനും കുളിക്കാനും വെള്ളത്തിന് ഇവർ യാത്ര ചെയ്യണം. 20 വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ളത്തിനായി ഇവിടെ സ്ഥാപിച്ച പൈപ്പ് ദ്രവിച്ചു തുടങ്ങിയിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുന്ന ഇവർ കാശുമുടക്കി യാത്ര ചെയ്ത് വലിയ പ്രയാസം സഹിച്ചാണ് വെള്ളമെടുക്കുന്നത്. പറഞ്ഞുകേട്ട പദ്ധതികളിലൂടെ വെള്ളമൊഴുകുമ്പോൾ ദ്രവിച്ച പൈപ്പിന് മുന്നിൽ ഇവർ നിസ്സഹായരാവുകയാണ്. 20 വർഷമായിട്ട് ഈ ഭാഗത്തോട്ട്, ഈ പുളിക്കത്ര ഭാഗത്തോട്ട് വെള്ളം പാരത്തോട് കഴിഞ്ഞിങ്ങോട്ട് വരുന്നത് വെള്ളമേ വരുന്നില്ല. ഇനി ഞങ്ങളിങ്ങനെ ഓട്ടോയിലെ പൈസ കൊടുത്ത് പല സ്ഥലങ്ങളിലായി ഇട്ട് ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നാണ് വീട്ടിൽ കാര്യം നടത്തുന്നത്. ഈ ഓരോ പ്രാവശ്യം വന്ന് ഓരോരുത്തരോടും പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ അതിന് വെള്ളം ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു സംവിധാനങ്ങൾ ഇതുവരെ അണങ്ങിയിട്ടില്ല. തിരുവല്ലയിൽ നിന്നും എത്തുന്ന കുട്ടനാട് കുടിവെള്ള പദ്ധതിയിൽ നിന്നോ നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നോ വെള്ളമെത്തിക്കാമെന്ന വാഗ്ദാനവും വെള്ളത്തിലായി. പരിസരമാകെ വരണ്ടുണങ്ങി തൊണ്ട വരളുമ്പോൾ ഒരിറ്റു വെള്ളമെന്നത് ഇവർക്ക് കിട്ടാക്കനിയാവുകയാണ്. മീഡിയ 1 ആലപ്പുഴ.